ചെറിയൊരു സന്തോഷം പങ്കുവയ്ക്കുകയാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ. അപ്പോൾ ചേട്ടൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് ചേട്ടൻ്റെ കൂടെ നിർത്തണം. അപ്പോൾ അതിനുവേണ്ടി ആൾ കുറേ പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ഓൺ ഹൗസ് ആയിരുന്നാലും റെൻറ്റഡ് ഹൗസ് ആയിരുന്നാലും നമ്മൾ ഒരേപോലെ കാണുന്ന സ്ഥലമാണല്ലേ. അപ്പോൾ നമ്മൾ അവിടെ കയറും മുന്നേ നമ്മൾ ഒരു വിശ്വാസത്തിന് വേണ്ടി ഈ അമ്പലത്തിലൊക്കെ പോയിട്ടോ. അപ്പോൾ ചേച്ചിയൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറ്റത്തില്ല ക്യാമറ. അപ്പോൾ ഇത് വിഷ്ണുവിൻ്റെ അമ്പലം. പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടിന പുത്തിലന്നീ ചോട്ടിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത് വിഷ്ണു അമ്പലത്തിലെ പ്രസാദമാണ് കേട്ടോ. വിഷ്ണു അമ്പലമല്ല, ഇവിടുത്തെ എല്ലാ അമ്പലത്തിലും ഇതൊക്കെ തന്നെയാണ് പ്രസാദം. ബദാം, അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഇവിടെയാണ് കേട്ടോ ഞാനിങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് എല്ലാം കാണുന്നത്. ചിലപ്പോൾ നമുക്ക് ലഡു കിട്ടും, ആപ്പിൾ കിട്ടും, വട കിട്ടും, ഓരോ നേർച്ച പോലെയൊക്കെ എല്ലാവരും കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ പഴം, അവില് ഇങ്ങനെയൊക്കെയല്ലേ. ഇവിടെ നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ മുന്നേ വന്ന് ഞാനും ചേട്ടനും കൂടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഏതായാലും ഇപ്പോൾ ചേട്ടനില്ല നമ്മളെ കൂടെ പാല് കാച്ച് ഇതിന് വരാൻ വേണ്ടി. കാരണം വേറെ ഒന്നുമല്ല, ആൾക്ക് ഫ്രൈഡേ മാത്രമേ ലീവ് ഉള്ളൂ. അപ്പോൾ ഏതായാലും ഫ്രൈഡേ ആയിട്ട് വീട്ടിൽ കയറുന്നത് നല്ലതല്ല എന്നാണ് നമ്മുടെ ഹിന്ദുക്കളിൽ പറയുന്നത്. അതുകൊണ്ട് ഞാനും ചേട്ടനും ചേച്ചിയും കൂടെയാണ് പാല് കാച്ചാൻ വേണ്ടി വ്യാഴാഴ്ച വന്നിട്ടുണ്ട്. അപ്പോൾ ആളില്ലാത്തതുകൊണ്ട് ഒരു വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞാൻ റെക്കോർഡ് ചെയ്തെന്ന് കണ്ടിട്ട് ഓടി വന്നതാണ് കേട്ടോ, എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി. ആളും അടുത്ത യൂട്യൂബ് താരമാവും തോന്നുന്നു സംസാരമൊക്കെ കണ്ടിട്ട്. ഇനി നമ്മുടെ സ്വന്തം വീട് പോലെ കാണേണ്ട വീടാണ് കേട്ടോ വീട്. ഇനി നമ്മൾ പോകുന്ന വരെ ഇവിടെ തന്നെ. പോയാലും ചേട്ടൻ ഈ വീട് കൊടുക്കില്ല എന്ന് പറഞ്ഞു. ചേട്ടൻ അത്രയ്ക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ വിളക്കും കാര്യങ്ങളും കത്തിക്കുകയാണ്. അതിന് ശേഷം പാല് കാച്ച് സ്റ്റെപ്പിലോട്ട് കിടക്കാന്ന്. പ്രത്യേകിച്ച് വലിയ പാല് കാച്ച രീതിയിലൊന്നുമില്ല, ആരുമില്ല കേട്ടോ. ചേച്ചിയും ചേട്ടനൊക്കെ അല്ലേ ഉള്ളൂ. നമ്മൾ മാത്രമായിട്ടുള്ള ഒരു നമ്മളൊരു സന്തോഷത്തിനാണ്. പക്ഷെ ചിലവരിങ്ങനെയൊന്നും ചെയ്യില്ല. പുതുതായിട്ട് വീട്ടിൽ കയറുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യാറ്. എന്നാലും നമ്മളിവിടെ താമസം വന്നത്, നമ്മൾ പുതുതായിട്ടാണല്ലോ ഇവിടെ താമസം വന്നത്. അങ്ങനെ ഒരു ചെറിയ രീതിയിൽ നടത്തുന്നത് എന്താ, നമ്മളെ ഒരു സന്തോഷത്തിന് വേണ്ടി. ചിലവർക്ക് ഇത് എന്ത് വേണമെങ്കിലും വിചാരിക്കാം, വേറെ പണിയൊന്നുമില്ലേ വേറൊരു വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പാല് കാച്ചൊക്കെ നടത്താൻ. നമ്മുടെ ഒരു സന്തോഷമാണ് കേട്ടോ. അത് നിങ്ങളിൽ ഒരു പങ്ക് വെക്കുന്നതെന്ന് മാത്രം. എനിക്ക് ഈ പാല് കാച്ച് വലിയ പിടുത്തവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിൽ പാല് കാച്ച് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും അത് അമ്മയാണല്ലോ പാല് കാച്ചുന്നത്. അപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യില്ല, നമ്മൾ കളിച്ച് നടക്കുന്ന പ്രായമല്ലേ. എൻ്റെ വീട് കളിച്ച് നടക്കുന്ന പ്രായം എന്നല്ല, 10ാം ക്ലാസ്സൊക്കെ ആയി കേട്ടോ പാല് കാച്ചിയത്. അപ്പോൾ തന്നെ നമ്മൾ ഇത് ശ്രദ്ധിക്കുകയും വലിയ കാര്യമൊന്നുമില്ല. അമ്മമാർ ചെയ്യുന്ന പരിപാടിയാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയും കാര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെയാണ് എൻ്റെ വിചാരം എന്ന് വെച്ചാൽ വെറുതെ പാലെടുത്ത് ഒഴിക്കുക, അത് തിളയ്ക്കുക, അപ്പോൾ പാല് കാച്ച് കഴിഞ്ഞു. അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് അരിയും പഞ്ചസാരയൊക്കെ ഇടണം എന്ന് ചേച്ചിയാണ് പറഞ്ഞു തന്നത്.
അങ്ങനെ നമ്മുടെ പാലിവിടെ തിളയ്ക്കാറായി വരുന്നുണ്ട്. ഇതിങ്ങനെ തിളച്ച് കാണുമ്പോൾ പ്രത്യേകത ഒരു ഫീലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വീടിൻ്റെ പാലുകാച്ചും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇന്ന് നമ്മൾ ഇവിടെ കിടക്കുന്നില്ല, നാളെ ഇനി വരത്തുള്ളൂ ചേട്ടനൊപ്പം. അപ്പോൾ നമ്മളിനി തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു.